നമസ്കാരം. നമ്മുടെ പട്ടണങ്ങളിൽ മത്സ്യത്തിന്റെ വില സാധാരണയായി ആയിരങ്ങളാണ്. ജപ്പാനിൽ വിൽക്കുന്ന മത്സ്യത്തിന് 2 കോടി രൂപയാണ് വില. അതിനുള്ള കാരണം നോക്കാം. നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളുടെ പട്ടികയിൽ മത്സ്യമാണ് 1ാം സ്ഥാനത്ത്. മീനിനെ ആകൃതിയിൽ മുറിച്ച മഞ്ഞൾപ്പൊടിയും ഉപ്പും പുളിയും ചേർത്ത് വേവിച്ച് രുചിച്ചാൽ മീൻ ഇഷ്ടമല്ലെന്ന് പറയുന്നവർ ആരും ഉണ്ടാവില്ല. മത്സ്യം പലപ്പോഴും തീരദേശവാസികൾക്ക് പ്രിയപ്പെട്ട ഭക്ഷണമാണ് എങ്കിലും കരയില്ലാത്ത നഗരങ്ങളിലെ ആളുകൾ മത്സ്യത്തിന് ഉയർന്ന വില നൽകാൻ തയ്യാറാണ്. സാധാരണ നമ്മുടെ പട്ടണങ്ങളിൽ മീൻ വില ആയിരങ്ങളാണ്. എന്നാൽ പോലും പൊതുവെ അത്ര സമ്പന്നരല്ലാത്ത നമ്മൾ വിലപേശും. എന്നാൽ ജപ്പാനിൽ ബ്ലൂഫിൻ ടൂണയുടെ വില 2 കോടി രൂപയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ? എന്നാൽ അതാണ് സത്യം. ജപ്പാനിലെ ടോക്കിയോയിൽ സ്ഥിതി ചെയ്യുന്ന ടസ്കെജി ഫിഷ് മാർക്കറ്റിലാണ് ഈ വില കൂടിയ ബ്ലൂഫിൻ ടൂണ മത്സ്യം വിൽക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഉയർന്ന നിലവാരമുള്ള സുഷി റെസ്റ്റോറന്റുകളിലെ ഒരു പ്രത്യേക വിഭവമാണ് ബ്ലൂഫിൻ ടൂണ. ഈ വർഷത്തെ ആദ്യ ലേലത്തിൽ ബ്ലൂഫിൻ ടൂണ 2 കോടിയിലേറെ രൂപയ്ക്കാണ് വിറ്റുപോയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയാണിത്. പസഫിക് ബ്ലൂഫിൻ ടൂണ, അറ്റ്ലാന്റിക് ബ്ലൂഫിൻ ടൂണ എന്നിങ്ങനെ 2 തരം ബ്ലൂഫിൻ ടൂണകളുണ്ട്. ഇവ വലുപ്പത്തിൽ വലുതാണ്. ഇതിന് 4 മീറ്ററോളം വലിപ്പവും 600 കിലോ ഭാരവുമുണ്ട്. ശൈത്യകാലത്ത് കൊഴുപ്പ് ശേഖരിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. പ്രജനന കാലത്ത് ഈ മത്സ്യങ്ങളെ മെജി അല്ലെങ്കിൽ യൊക്കോവ എന്ന് വിളിക്കുന്നു. ഈ മത്സ്യങ്ങൾ വിൽക്കുമ്പോൾ നേർത്ത കഷ്ണങ്ങളാക്കി മുറിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് ഫ്ലേവിൻ എന്ന് പേരിട്ടത്. ചില കമ്പനികൾ അവരുടെ ബ്രാൻഡുകൾ ജനപ്രിയമാക്കാൻ ഉയർന്ന ലേലവും വിളിക്കാറുണ്ട്. 1970 വരെ ഈ മത്സ്യം ജങ്ക് ഫിഷ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബീപ്പ് എന്ന് വിളിക്കപ്പെടുന്ന ഫിഷ് പ്രചാരത്തിലെത്തിയതിനു ശേഷമാണ് ബ്ലൂഫിൻ ടൂണ പൊതുജനങ്ങൾക്കിടയിൽ പ്രചാരണം നേടിയത്. ജപ്പാൻ യുഎസിലേക്ക് ഇലക്ട്രോണിക്സ് കയറ്റുമതി ചെയ്യുന്ന സമയത്ത് ജപ്പാനിലേക്ക് മടങ്ങുന്ന കാർഗോ വിമാനങ്ങൾ വില കുറഞ്ഞ ടൂണ വാങ്ങി ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ തുടങ്ങി. ഇത്തവണ യമയൂക്കി കമ്പനി 2 കോടി രൂപയ്ക്കാണ് ബ്ലൂഫിൻ ടൂണയെ ലേലം വിളിച്ചത്. ജപ്പാനിലെ ടോക്കിയോയിൽ സുഷി ഹിഞ്ച ഹൊറോൺടെറ എന്ന പേരിൽ ഒരു റെസ്റ്റോറന്റ് കമ്പനി നടത്തുന്നുണ്ട്. 1999 ശേഷം ഈ ഇനം മത്സ്യം ഈ വർഷമാണ് ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റത്. ചില റെസ്റ്റോറന്റുകൾ തങ്ങളുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്നതിനായി ഈ മത്സ്യത്തെ ലേലം വിളിക്കാറുണ്ട്. ചൂര എന്നത് ഈ ജനസിൽപ്പെട്ട 8ഓളം വർഗ്ഗങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരാണ്. ഇവയ്ക്ക് പുറമെ മറ്റു ചില മത്സ്യങ്ങളെയും ചൂര എന്ന് വിളിക്കുന്നു. കേരളത്തിലെ മലങ്കര, മലബാർ പ്രദേശങ്ങളിൽ സൂത, കുടുത, കേര, കുടുക്ക, വെള്ളക്കേര എന്നും ഇവ അറിയപ്പെടുന്നുണ്ട്. ചൂരവർഗത്തിൽ ഭൂരിഭാഗവും ഉഷ്ണമേഖലാ സമുദ്രങ്ങളിലാണ് വസിക്കുന്നത്. എന്നാലും ശീതസമുദ്രത്തിലും ഈ ചൂരകൾ ആവസിക്കുന്നുണ്ട്. പല വലിപ്പത്തിലുള്ള ചൂരകളുണ്ട്. ഏറ്റവും വലിയ ഇനം പസഫിക് ബ്ലൂഫിൻ ടൂണയാണ്. ഇവയ്ക്ക് 4 മീറ്റർ വരെ നീളവും 800 കിലോഗ്രാം വരെ തൂക്കവും ഉണ്ടാവും. മഹാഭൂരിഭാഗം മത്സ്യങ്ങളെയും പോലെ ചൂരയും ചെകിള വഴിയാണ് ശ്വസിക്കുന്നത്. എന്നാൽ ഭൂരിപക്ഷം മത്സ്യങ്ങളെയും പോലെ ഇവയ്ക്ക് ചെകിളയ്ക്ക് മേൽ വെള്ളം പമ്പ് ചെയ്യാനുള്ള കഴിവില്ലാത്തതിനാൽ ഇവ ശ്വസിക്കാൻ വേണ്ടി സദാ നീന്തിക്കൊണ്ടേയിരിക്കണം. മാംസഭോജിയായ ചൂരയുടെ മുഖ്യ ആഹാരം ചെറിയ മത്സ്യങ്ങൾ, ചെമ്മീൻ, ചെറിയ കടൽ ജീവികൾ എന്നിവയാണ്. വിവിധയിനം ചൂരകളുടെ ആയുർദൈർഘ്യവും പലതാണ്. 5 മുതൽ 12 വർഷം വരെ ചൂരകൾ ജീവിക്കും. ആഗോള മത്സ്യവിപണിയിൽ ചെമ്മീൻ കഴിഞ്ഞാൽ ഏറ്റവും വിറ്റുവരവുള്ള സമുദ്ര ഭക്ഷ്യവിഭവവും ചൂരയാണ്. ജപ്പാനാണ് ചൂരയുടെ ഏറ്റവും വലിയ ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങൾ ചൂര കയറ്റുമതി ചെയ്യുന്നുണ്ട്. വാർത്തയുടെ നിറം തേടി തനി നിറം.